ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിച്ച മന്ത്രിമാരുൾപ്പെടെ എം.പിമാർ, എം.എൽ.എമാരുൾപ്പെടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിച്ച സമസ്തയുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ഇവിടെ കൂടിയ ബഹുമാന്യരായ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ ആദർശ പ്രസ്ഥാനം കേരള മുസ്ലിങ്ങളുടെ ആധികാരിക മത നേതൃത്വമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ കേരളത്തിലൊരു സ്ഥലവുമില്ല എന്ന് വളരെ വ്യക്തമായി വീണ്ടും തെളിയിച്ചുകൊണ്ടുള്ളൊരു പുരുഷ സാഗരമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അറബിക്കടലിൻ്റെ തീരത്ത് ഒരു മനുഷ്യക്കടൽ തീർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് ഒരിക്കൽ കൂടി ഈ മഹത്തായ സംഗമം തെളിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ പണ്ഡിത പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, അവരുടെ മത നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട്, വിശുദ്ധമായ ഒരു ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് 9 പതിറ്റാണ്ട് കാലമായി. ആ 90-ാം വാർഷിക മഹാസമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒന്നും കൂടുതൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. പരിശുദ്ധമായ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ആചാരങ്ങളെയും സുരക്ഷിതമായി ഈ സമുദായത്തിൽ നിലനിർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉലമാക്കൾ സന്ദർഭോചിതമായി സംഘടിച്ച് ഉണ്ടാക്കിയ ഈ മഹത്തായ പ്രസ്ഥാനം, അതുണ്ടായത് കൊണ്ട് ഒന്ന് മാത്രമാണ് ഇന്ന് കേരളീയ മുസ്ലിങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് തന്നെ മാതൃകയായി നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 90 വർഷക്കാലം ഇവിടെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അതിലൊന്നും തന്നെ ആർക്കും ഒരു ന്യൂനത പോലും കണ്ടെത്താൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരാൾക്കും ഒരു തെറ്റും കുറ്റവും പറയാൻ കഴിയില്ല. കാരണം സാത്വികരായ മഹത്തുക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവർ പടുത്തുയർത്തിയ ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സംഘടന ഇവിടെ വളരെ ധാരാളം കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പരമ്പരാഗതമായി സമുദായത്തിന് ലഭിച്ച പാരമ്പര്യങ്ങളെയുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം. ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്ന കാലം മുതൽക്ക് മുസ്ലിം ഉമ്മത്ത് ഇവിടെ സ്വീകരിച്ചു വരുന്ന, മുസ്ലിം സമുദായം ഇവിടെ അംഗീകരിച്ചു വരുന്ന പരിശുദ്ധമായ ദീനിൻ്റെ ആ ശരിയായ പാത, അതാണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിനിവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അതിലൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പൂർവികമായ നമ്മളുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെയും
ഒരാശയവും ഒരു ആദർശവും ഒരു വിശ്വാസവും ഒരേ ആചാരവുമായിരുന്നു എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഉടമകളായ കേരളീയ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ഇവിടെ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ പരിശുദ്ധമായ ദീനിനെ വികലമാക്കുന്ന, ഈ വിശ്വാസങ്ങളെ വികൃതമാക്കുന്ന ചില വിഭാഗക്കാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കടന്നു വരികയാണ്. കേരളത്തിൻ്റെ പുറത്തു നിന്നും ഇവിടെ വന്ന ആ ഉൽപ്പതിഷ്ണുക്കളായ പുത്തൻവാദക്കാർ ഇവിടെ ഈ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ, ഈ സമുദായത്തിൻ്റെ ആചാരങ്ങളെ തകിടം മറിക്കുന്ന വാദഗതികളുമായി വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന് അതിൻ്റെ സ്ഥാപകന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ളൊരു രൂപകൽപ്പന നൽകിയത്. അൽഹംദുലില്ലാഹ് 90 വർഷക്കാലത്തെ ഈ മഹത്തായ സംഘടനയുടെ ഈ നേതൃത്വം മുസ്ലിം ഉമ്മത്തിന് ലഭിച്ച കാലം മുതൽ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളീയ മുസ്ലിങ്ങൾ. ലോകത്തെവിടെയുമില്ലാത്ത ഒരു ഇസ്ലാമികമായ ഒരു മഹത്തായ വളർച്ച മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇത്രയും അച്ചടക്കത്തോടെ ഇവിടെ നേരത്തെ പലരും ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു, ഇത്രയും അച്ചടക്കമുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ സമസ്തക്കല്ലാതെ ആർക്കും സാധ്യമല്ല എന്നാണ് ബഹുമാനപ്പെട്ട നമ്മളുടെ നേതാക്കന്മാരോട് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, എന്തൊരച്ചടക്കം! ഒരു സൂചി വീണാൽ പോലും അറിയാത്ത വിധത്തിൽ മനുഷ്യസാഗരമാണ് ഇവിടെ കാണുന്നത്. കണ്ണെത്താ ദൂരത്ത് അറബിക്കടലിലെ ഒരു കടൽ, വെള്ളക്കടലുണ്ടെങ്കിൽ അതിൻ്റെ കരയിലൊരു മനുഷ്യക്കടലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ തീർത്തിരിക്കുന്നത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. സമസ്തയെ തകർക്കാൻ ആര് വിചാരിച്ചാലും അതിവിടെ നടക്കുകയില്ല എന്ന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഈ ലക്ഷങ്ങൾ ഇവിടെ പങ്കെടുത്തിരിക്കുകയാണ്. ഈ സമ്മേളനം കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിൽ നിന്ന്, വടക്കേ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ ഉണ്ടായ കാരണം അവിടെയൊന്നും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ വിശാലമായ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. പക്ഷേ അവിടെയും ചരിത്രം വീണ്ടും തിരുത്തി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് തെക്കൻ കേരളത്തിലും എന്നല്ല ഈ സംസ്ഥാനത്തെവിടെയും ഇങ്ങനെയുള്ള ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ ഒരു വിളിച്ചോതലാണ് ഈ സംഗമം എന്ന് പറയുന്നത്. ഇതവിടെ വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രയും സമാധാനത്തോടെ, അത്രയും അച്ചടക്കത്തോടെ, അത്രയും ശാന്തതയോടെ ഈ മുസ്ലിം സമുദായത്തിനെ നയിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചു പോന്നിട്ടുണ്ട് ഇന്ന് വരെ. ആ മഹത്തായ പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്കൊക്കെ അറിയാം. ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത വിധത്തിൽ കേരളീയ മുസ്ലിങ്ങൾക്ക് മതകീയമായി വളരാൻ പറ്റുന്ന, അവരുടെ മക്കളെയൊക്കെ ഇസ്ലാമുമായി അടുക്കാനും ഇസ്ലാമിനെ പഠിക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മേഖല തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുണ്ടാക്കി. ഒരു വിപ്ലവമാണത്. ലോകത്തെവിടെയും ആർക്കും കാണാൻ സാധിക്കില്ല. 10,000-ഓളം വരുന്ന മദ്രസകൾ, 13-12 ലക്ഷം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിവിടെ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ലോകത്ത് കേരളീയ മുസ്ലിങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു അച്ചടക്കം എവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയും ഇത് കാണുന്നുണ്ട്. കാരണം ഒരു പ്രശ്നത്തിനും ഒരു കുഴപ്പത്തിനും യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും നടത്താൻ പാടില്ലെന്ന് വളർന്നു വരുന്ന ചെറിയ മക്കൾക്ക് പോലും പഠിപ്പിച്ച് അവരെ അതിലൂടെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കാൻ ഉണ്ടെങ്കിലും ഇപ്പോൾ കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ വളരെ വേഗത്തിൽ പോകാനുള്ളത് കൊണ്ട് അവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ ഇത്രയും ആവേശകരമായ ഒരു സദസ്സ് കാണാനും ഈ സദസ്സിൻ്റെ മുന്നിൽ നിന്ന് 2 വാക്ക് പറയാൻ, ഈ സദസ്സിനോട് പറയാൻ, ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമേ കേരളീയ മുസ്ലിങ്ങൾക്കുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി അവരിവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്കറിയാം 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പ്, സമസ്ത സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പഠന ക്യാമ്പ്,
ആ പഠന ക്യാമ്പ് തന്നെ ഒരു ചരിത്രമായിരുന്നു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾ അതിനുവേണ്ടി ഒരുക്കിയ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ അവരെ മതിയാകാത്ത വിധത്തിൽ ഒരു ജനക്കൂട്ടമായി ആ ക്യാമ്പ് മാറിയിരുന്നു. അതിൽ പങ്കെടുത്ത നേതാക്കൾക്കൊക്കെയും ആ കാര്യം ബോധ്യമായതാണ്. അതിനൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടിത്തറ ഇവിടുത്തെ ജനകീയ അംഗീകാരം ഒന്നുകൂടി വിളിച്ചോതുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അത് ബോധ്യമായവരാണ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ. ഇവിടുത്തെ ഭരണകൂടങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാവർക്കും ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. ഇവിടെ വന്ന എല്ലാ ആളുകളും വളരെ തുറന്നു പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഇത് കേരളത്തിലെ ഏക സംഘടന, ഇങ്ങനെയുള്ള ഒരു അച്ചടക്കമുള്ള ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏക സംഘടന അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. അതിൻ്റെ എതിരെ ആര് ചെയ്താലും, അതിൻ്റെ എതിരിൽ എന്തു ചെയ്താലും, അതിൻ്റെ എതിർക്കുന്ന ആരുണ്ടായാലും ഈ പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി അവരൊക്കെ തന്നെ ആ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയ ഒരു മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ വന്നിരിക്കുന്ന മഹാത്മാക്കൾ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, സാദാത്തുക്കള്, മന്ത്രിമാര്, MP-മാര്, MLA-മാര്, മറ്റു നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ മഹത്തായ സദസ്സിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളോട് അല്പം സംസാരിക്കാനുള്ള ആ ഒരു മഹത്തായ താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന് ഒരു കാര്യം ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട എല്ലാ ആളുകൾക്കും ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയെ അവഗണിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഈ സമ്മേളനം വിളിച്ചു പറയുകയാണ്. സമസ്തയെ ആരും അവഗണിക്കണ്ട, സമസ്തയെ ആർക്കും തള്ളിപ്പറയാൻ കഴിയൂല. സമസ്ത എന്ന് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കളും ഇവിടുത്തെ ഉലമാക്കളും കൂടിയിട്ടുള്ള ഈ നേതൃത്വത്തെ അവഗണിച്ചാൽ അവരൊക്കെ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്നുള്ളതാണ് ഈ പുരുഷാരം ഇവിടെ വിളിച്ചോതുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ സംഗമം ഇത്രയും ആവേശത്തോടു കൂടി ഇവിടെ വന്ന നിങ്ങളെയൊക്കെ വളരെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി മുതൽക്ക് ഇവിടത്തേക്ക് ജനങ്ങളുടെ ഒഴുക്കാണ്. ഈ നഗരിയിലേക്ക് ഇവിടെ എത്താൻ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് വാഹനം പോരാൻ പറ്റാത്തത് കൊണ്ട് വാഹനം അവിടെ നിർത്തി 10-15 കിലോമീറ്റർ നടന്നിവിടെ എത്തിയ ആളുകൾക്ക് പോലും അവർക്ക് ഈ സദസ്സ് ഉൾക്കൊള്ളാൻ, അവർക്ക് ഈ സദസ്സിൽ എത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു സങ്കടമാണ് ഇതിൻ്റെ സംഘാടകർക്കൊക്കെയുള്ളത്. കാരണം ഇത്രയും വലിയൊരു വിപുലമായ സൗകര്യം ഒരുക്കിയിട്ട് പോലും ഈ വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളെ സ്വീകരിക്കാനും അവർക്ക് ഈ വേദി ഉപയോഗപ്പെടുത്താനും സാധിക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംഘാടകർക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ആ കാര്യത്തിൽ പ്രത്യേകമായി ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വിപുലമായ സൗകര്യമുണ്ടാക്കി ഇനി ഇതിലും വിശാലമായൊരു സ്ഥലത്താണ് സമസ്ത ഇതുപോലുള്ള സമ്മേളനം നടത്തുന്നതെങ്കിൽ ആ സ്ഥലവും ഇവിടെ മതിയാകില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ കാണുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ മഹത്തായ പ്രസ്ഥാനത്തിനോട് നിങ്ങളുടെയൊക്കെ ആ കടപ്പാട് നിറവേറ്റിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദിവസങ്ങളായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എത്താൻ, ഇതിനു വേണ്ടുന്ന വാഹനങ്ങൾ സംഘടിപ്പിക്കാൻ, ഇവിടെ എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഓരോ മഹല്ലത്തുകളിൽ നിന്നും അവിടെയുള്ള ആളുകളൊക്കെ തന്നെ വളരെ താല്പര്യപൂർവ്വം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണമായി 2 ജാഥ ഇവിടെ സന്ദേശ ജാഥ നടത്തുകയുണ്ടായി. ആ സന്ദേശ ജാഥ കഴിഞ്ഞ ഉടനെ ഇവിടെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും സമസ്തയുടെ ഓഫീസിലേക്കും സ്വാഗത സംഘം ഓഫീസിലേക്കും വന്നുകൊണ്ടിരുന്ന വിവരം ഇവിടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഈ മഹാസമ്മേളനത്തിന് ഒരിക്കലും തന്നെ ഈ സമ്മേളനത്തിന് ഒരു വിധത്തിലും തളർത്താൻ പറ്റുന്ന ഏതൊരു നീക്കം എവിടെ നിന്നുണ്ടായാലും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തോടൊപ്പമുണ്ട്, എത്രയായാലും ശരി ഞങ്ങൾ അതിനു വേണ്ടി ത്യാഗം ചെയ്യുമെന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഈ മഹത്തായ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ വിളിച്ചറിയിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു വലിയ സംരംഭമാണ്
ഈ സമസ്തയുടെ ഈ മഹത്തായ 90-ാം വാർഷിക സമ്മേളനം, ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന ആ ഒരു ഉന്നതമായ പ്രമേയം, അതാണ് ഇതിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യം. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാവർക്കും ബോധ്യമായതാണ്. വളരെ വിശുദ്ധമായ ആദർശമാണ് സമസ്തയുടേത്. സമസ്തയുടെ ആദർശത്തിൽ യാതൊരു കളങ്കവുമില്ല, ഒരു കലർപ്പില്ല. ആ മഹത്തായ പ്രസ്ഥാനത്തിന് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി, ഈ മുസ്ലിം ഉമ്മത്തിനെ അതിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ സംഘടന ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ വിശുദ്ധ ആദർശം ഒരിക്കലും വികലമാക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി ഈ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മഹത്തായ സംഘടനയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും ആദ്യമായി ഈ മഹത്തായ സംഗമത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാൻ പറ്റുന്ന മഹാനായ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ വരേണ്ടവരായിരുന്നു. പക്ഷേ മഹാനവറുകൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകി, ദീർഘായുസ് നൽകി ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇനിയും ധാരാളം കാലം നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മഹത്തായ സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, മഹാനവറുകളും ഇതുപോലെ രോഗിയാണ്. വീട്ടിൽ നിന്നും പുറത്തു പോകാനും യാത്ര ചെയ്യാനും ഒന്നും സാധിക്കാത്ത നിലക്ക് മഹാനവറുകൾ വീട്ടിൽ തന്നെ രോഗശയ്യയിലാണ്. ബഹുമാനപ്പെട്ടവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്കും എല്ലാ രോഗങ്ങളും ശിഫയാക്കി ആഫിയത്ത് നൽകി വളരെ നീണ്ട കാലം ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളുടെ ഈ മഹത്തായ സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു യുവാവിനെ പോലെ, ഒരു ചെറുപ്പക്കാരനെ പോലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ഒരു സമുന്നത നേതാവാണ് ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ്, CKM സാദിഖ് മുസ്ലിയാർ. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്കും പൂർണ്ണ ശിഫ നൽകി അവിടെ ദീർഘമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇനിയും നേതൃത്വം നൽകാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. പ്രത്യേകം ഇവിടെ പറയാനുള്ള കുറച്ച് ആളുകളെ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്, നമ്മളുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത വടക്കേ മലബാറിലുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു പ്രത്യേകത, ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സമസ്തക്കൊപ്പം നിന്ന എല്ലാ വിഭാഗക്കാരും സമസ്തക്കൊപ്പമായിരുന്നു. ജാതി മതഭേദമന്യേ ഇവിടെ പല സ്ഥലങ്ങളിലും ഫ്ലക്സുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മളുടെ ഈ സമ്മേളനത്തിനെയും സമസ്തയെയും അവരുടെ അഭിവാദ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഇതര സമുദായക്കാർ, പല ക്ഷേത്ര കമ്മിറ്റികൾ, അവരൊക്കെ തന്നെ അവിടെ ഫ്ലക്സ് സ്ഥാപിച്ചു. ആ ഫ്ലക്സ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 90-ാം വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാരും, രാഷ്ട്രീയക്കാരും, എല്ലാ വിഭാഗക്കാരും അതിൽ ഈ മഹത്തായ സംഘടനയോട് അങ്ങേയറ്റം ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ നിലക്കും അവരുടെയൊക്കെ ആഗ്രഹവും ആശംസയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ധാരാളം ആളുകൾ, അതുപോലെ തന്നെ ധാരാളം സംഘടനകൾ, ധാരാളം വിഭാഗക്കാർ, എല്ലാവരും അവരോടൊക്കെയുള്ള ആ ഒരു കടപ്പാട് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ പ്രത്യേകമായി പറയാനുള്ളത്, ഈ ജില്ലാ ഭരണകൂടം, ഇവിടുത്തെ ജില്ലാ ഭരണകൂടം എവിടെയും കാണാത്ത വിധത്തിൽ നമ്മളുടെ ഈ സമ്മേളനം അവർ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട കലക്ടറും ബഹുമാനപ്പെട്ട SP ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ, ബഹുമാനപ്പെട്ട ശ്രീമാൻ വേണുഗോപാൽ സാറിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ആ കാര്യത്തിൽ സജീവമായി ഇറങ്ങി ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരത്തെ ആവേശം അവർ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാ വിധത്തിലും അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടുത്തെ പോലീസ് വിഭാഗം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണകൂടങ്ങൾ, എല്ലാ വിഭാഗവും, പോലീസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈസിൻ്റെ, അതുപോലെ മുനിസിപ്പാലിറ്റി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്,
ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ വിഭാഗക്കാരും, പോലീസ്, ഈ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ മുഴുവനും നമ്മളെ ഈ സമ്മേളനത്തിൽ നമ്മളെപ്പോലെ സജീവമായി പ്രവർത്തിച്ച് ഇതിൻ്റെ വിജയത്തിന് സഹകരിച്ച് തന്നവരാണ്. അവരോടൊക്കെയും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചവരാണ് ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ. എല്ലാ ദിവസവും പത്രത്തിൽ നമ്മളുടെ ഈ സമ്മേളനം വളരെ ഗംഭീരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പത്രങ്ങളും അതുപോലെ തന്നെ ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ വളരെ സഹകരിച്ചിട്ടുണ്ട്. അവരോടൊക്കെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഈ തെക്കൻ മേഖലയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആസ്ഥാനം വടക്കം കേരളത്തിലാണെങ്കിലും ഈ തെക്കൻ മേഖലയിൽ ഇങ്ങനൊരു സമ്മേളനം നടത്തുമ്പോൾ എന്താകും എന്നുള്ള ഒരു ആശങ്ക ഇതിൻ്റെ നേതാക്കളുടെ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ ആ ആശങ്കയൊക്കെ തിരുത്തിക്കൊണ്ട് ഇവിടെയുള്ള ഈ സമസ്തയെ ഏറ്റെടുക്കാൻ ഈ തെക്കൻ കേരളത്തിലുള്ള ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അതിന് ഒരുക്കമാണ് എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നമ്മളുടെ തെക്കൻ മേഖലയിലെ സഹോദരന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ അതിനുവേണ്ടി പ്രത്യേക നേതൃത്വം നൽകി നമ്മളുടെ ഈ തെക്കൻ മേഖല, ദക്ഷിണ മേഖല സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ ഇസ്മായിൽ കുഞ്ഞാജി, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം വിദേശത്തൊരു വലിയ വ്യവസായ പ്രമുഖനാണ്. പക്ഷേ അദ്ദേഹം അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ സജീവമായി സമസ്തയുടെ ഉസ്താദുമാരോടൊപ്പം ഒരു ദിവസവുമില്ലാതെ ഉറക്കവും ഊണും ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ ഇവിടെ പല നേതാക്കന്മാരും പല ആളുകളും ഇവിടുത്തെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനുവേണ്ടി വളരെ അങ്ങേയറ്റ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചൊരു വിഭാഗമാണ് സമസ്തയുടെ ഒരു വിദ്യാർത്ഥി വിങ്, ഒരു ശക്തി, സമസ്തയുടെ ഒരു ശക്തി എന്ന് എപ്പോഴും പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഇവിടുത്തെ ത്വലബാ വിങ്. ഈ ത്വലബാ വിങ്ങിൻ്റെ മാർച്ച് ഇവിടെ നടന്നപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസ് വിഭാഗക്കാരൊക്കെയും തന്നെ വളരെ അങ്ങേയറ്റം നെടുക്കത്തോടെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നാണ് അവരൊക്കെ ചോദിച്ചത്. ഈ ത്വലബാ വിങ്ങിൻ്റെ ഒരു മാർച്ച് ഇവിടെ ടൗണിൽ നടക്കുകയുണ്ടായി. എന്തൊരച്ചടക്കം, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു വാഹന തടസ്സവും ബുദ്ധിമുട്ടുകളും യാത്രക്കാർക്ക് പ്രയാസവും ഒന്നും വരുത്താത്ത വളരെ അച്ചടക്കത്തോടെ വളരെ ആകർഷണീയമായി മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ഒരു മാർച്ച് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വലിയ ശക്തിയാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ആ ത്വലബാ വിങ്ങിൻ്റെ എല്ലാ പ്രവർത്തകന്മാർക്കും, അതുപോലെ ഇവിടെയുള്ള വളണ്ടിയർമാർ, അതല്ലാത്ത വളണ്ടിയർമാർ, ഈ ആലപ്പുഴയിലും പരിസരത്തുമുള്ള വളണ്ടിയർമാർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളവർക്കെല്ലാം, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഈ പ്രത്യേകമായി സമയക്കുറവുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും ആ പ്രത്യേകമായി ഈ സംഘടനയ്ക്ക് വേണ്ടി അവർക്കൊക്കെയും നന്ദി അറിയിക്കുകയും അള്ളാഹു അവരുടെ അമലുകൾ, അവരുടെ ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെയൊക്കെ ബർക്കത്ത് അള്ളാഹു അവരുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ത്വലബയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗം നമ്മളെ SKSSFൻ്റെ വിഖായ, അവരും അതുപോലെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം നമ്മളുടെ ഈ സന്ദേശ ജാഥയുടെ വിജയത്തിന് ഏറ്റവും വലിയ മാറ്റുകൂട്ടിയ ഒരു വിഭാഗമായിരുന്നു വിഖായ. ആ വിഖായയുടെ അവർ ഈ മാർച്ചിന് അനുഗമിച്ചുകൊണ്ടുള്ള ഏറ്റവും ആകർഷണീയമായ രീതിയിൽ അവരുടെ ആ വേഷവിധാനത്തോടുകൂടി ഇതിന് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരേക്കും അവർ സജീവമായി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിലും അവരുണ്ട്. അവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുകയും അവരുടെയൊക്കെ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലും അവരെയും ഈ സംഘടനയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ഉള്ള മറ്റ് നല്ല കാര്യങ്ങൾക്കൊക്കെ വളരെ സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ MP വേണുഗോപാൽ സാറൊക്കെ വളരെ ആത്മാർത്ഥ, ഇപ്പോഴും ഇവിടെ കയറി വന്നപ്പോൾ പറഞ്ഞ എന്നോട്, എന്താണിത്, ഇത് കാണുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഒരു മനസ്സിനൊരു സന്തോഷം, കുളിർമയും തോന്നുകയാണ്. കാരണം സമസ്തക്കാണ് ഇങ്ങനത്തെ ഒരു അച്ചടക്കമുള്ള സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയൂ
എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ബോധ്യമാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നമ്മളെ എല്ലാ കാര്യങ്ങളിലും എന്തൊക്കെ സഹായം വേണോ അതൊക്കെ അദ്ദേഹം ചെയ്തു തന്നു. അത് നമ്മളുടെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ ഈ കാര്യം എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നസീർ സാഹിബ്, കോൺഗ്രസിൻ്റെ ഷുക്കൂർ പോലുള്ള ആളുകളൊക്കെ തന്നെ നമ്മളുടെ ഈ പരിപാടികളിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നതാണ്. അവർക്കെല്ലാം ഈ മഹത്തായ സംഘടനയുടെ പേരിൽ അഭിനന്ദനവും അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അള്ളാഹു അവരുടെ പ്രവർത്തനം കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പ്രത്യേകമായി നമ്മളുടെ ഈ മഹത്തായ പരിപാടിയിൽ ബഹുമാന്യനായ കേരള സംസ്ഥാനത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അദ്ദേഹം പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാണ് ബഹുമാനപ്പെട്ടവരോട് എത്തും. പിന്നെ നമ്മളുടെ എല്ലാം നമ്മളുടെ ജീവൻ്റെ ജീവൻ, ഈ സമുദായത്തിൻ്റെ ജീവൻ ഒരിക്കലും തന്നെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞാലും ഈ സമുദായം അത് അംഗീകരിക്കുകയില്ല. അങ്ങനത്തെ ആ ഒരു കുടുംബമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം. ആ കുടുംബത്തിൻ്റെ ഉന്നതനായ മഹാനാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടുന്ന് വളരെ അങ്ങേയറ്റം താല്പര്യപൂർവ്വം നമ്മളുടെ ഈ സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അന്വേഷിക്കുകയും വിളിച്ചന്വേഷിക്കുകയും വിവരമന്വേഷിക്കുകയും എന്തൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു അന്വേഷണം മഹാനായ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിയിരുന്നു. അത്രയും വലിയ ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മഹാനവറുകൾ ആ ആവേശപൂർവമായ നേതൃത്വമാണ് നൽകുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഞാൻ ഈ മഹത്തായ വേദിയിലേക്ക് ആദ്യമായി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഈ സംഘടന അദ്ദേഹം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഒരു പ്രഖ്യാപനവും നടത്താൻ പോവുകയാണ്. ആ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തുന്നതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ എല്ലാവിധ ബഹുമാന ആദരവോടുകൂടി ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യനായ വാവാട് ഉസ്താദ്, അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP മുഹമ്മദ് മുസ്ലിയാർ അവർകളാണ്. ബഹുമാനപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കാനെത്തിയിരിക്കുന്ന നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പമുള്ള 2 മന്ത്രിമാർ, 2 ആളെ പ്രത്യേകം എടുത്ത് പറയാനുള്ളൂ. 3 മന്ത്രിമാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ അതിനനുസരിച്ച് പറയേണ്ട ആളുകളാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ ചെന്നിത്തല, അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബൊക്കെ നമ്മളെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വളരെ അങ്ങേയറ്റം എല്ലാ നിലക്കും മനസ്സുകൊണ്ടും അല്ലാത്ത വിധത്തിലും ഒക്കെ തന്നെ സഹായിച്ച ഒരു മഹൽ വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബിനെ ഞാൻ ഈ മഹത്തായ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ചെന്നിത്തല, അദ്ദേഹം നമ്മളുടെ ഒരു അഭ്യുതകാംക്ഷിയാണ്. സമസ്തയെ സംബന്ധിച്ച് എപ്പോഴും അന്വേഷിക്കുകയും അതുപോലെ തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം എല്ലാം അന്വേഷിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹവും ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേദിയിലുള്ള ബഹുമാന്യനായ ഇബ്രാഹിം സാഹിബ്, ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് സാഹിബ് MP, KC വേണുഗോപാൽ MP, അതുപോലെ ശ്രീ G സുധാകരൻ MLA, ഡോക്ടർ TM തോമസ് ഐസക് MLA, അഡ്വക്കേറ്റ് AM ആരിഫ് അവിടെയൊക്കെ ഇവിടെ വന്നു പോയതാണ്. സമയം ഇല്ലാത്തതുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തു പോയിട്ടുണ്ട്. അവരെയൊക്കെയും തന്നെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഉസ്താദുമാരായ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ നമ്മളുടെ ഈ പരിപാടിയിൽ നമ്മളെ പ്രത്യേകമായി ഇവിടെ സംബന്ധിക്കാനെത്തിയിട്ടുള്ള ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാന് ആദ്യം തന്നെ ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തന്നതുപോലെയാണ് അദ്ദേഹം വന്ന ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ എല്ലാം ചെയ്യാൻ ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനവും തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ബഹുമാനപ്പെട്ട
അദ്ദേഹവും ഇവിടെ വേദിയിലുണ്ട്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എ ഷുക്കൂർ DCC പ്രസിഡന്റ്, AM നസീർ മുസ്ലിം ലീഗിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, ഇവരൊക്കെയും വേദിയിലുണ്ട്. അവരെ ഒക്കെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഓണംപള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങിയ ഇവിടുത്തെ പ്രമേയ പ്രഭാഷകന്മാരായ 3 പേരെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേദിയിലുള്ള ബഹുമാന്യരായ MLA-മാർ, PV അബ്ദുൾ റസാഖ് MLA, അതുപോലെ ഖാദിമാരായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, സയ്യിദ് നാസർ ഹയ്യ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് നാസിമുദ്ദീൻ ബാഫക്കി തങ്ങൾ. പ്രത്യേകം പറയാനുള്ളൊരു കാര്യവും കൂടിയാണ് അദ്ദേഹം. സയ്യിദ് നാസിമുദ്ദീൻ ബാഫക്കി തങ്ങൾ അദ്ദേഹം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൊല്ലം ജില്ല SYS-ൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ കൂടാരത്തിൽ നിന്നും കൂടൊഴിഞ്ഞ് അദ്ദേഹം ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മഹാന്മാരായ സാദാത്യങ്ങളൊപ്പം മഹാന്മാരായ പണ്ഡിതന്മാരൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളുടെ വേദിയിലുണ്ട്. അദ്ദേഹം ഈ ഭാഗത്തെ തെക്കൻ മേഖലയിൽ വളരെ അങ്ങേയറ്റം ആദരിക്കപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. ഏകദേശം 150ഓളം മഹല്ലുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിം മഹല്ല് ജമായത്തുകളുടെ സംയുക്ത വേദിയായ കേരള സുന്നി ജമായത്ത് യൂണിയൻ എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കി ആ മഹല്ലുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആ മഹല്ലുകളും അദ്ദേഹവും ഇനി സമസ്തയോടൊപ്പമാകും എന്ന് അദ്ദേഹം ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ടവർ. അതുപോലെ തന്നെ നമ്മളുടെ ആദരണീയരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ പോലുള്ള മഹാന്മാരൊക്കെ സ്റ്റേജിലുണ്ട്. അവരെല്ലാവരെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വിദേശ പ്രതിനിധികൾ ഷെയ്ഖ് ബൂത്തി ബിൻ സഈദ് ബിൻ ബൂത്തി അൽ മക്തൂം UAE, മജീദ് അഹമ്മദ് ജുമാ അബ്ദുള്ള അൽ മർസൂഖി UAE, മജീദ് അബ്ദുള്ള ഹസൻ മജീദ് UAE, മുഹമ്മദ് അഹമ്മദ് ജുമാ അബ്ദുള്ള അൽ മർസൂഖി UAE, അസയ്യിദ് ഷരീഫ് താഹ ഇബ്ൻ അലി അൽ ഹിന്ദ് അദ്ദാദ് ആഫ്രിക്ക, അസയ്യിദ് ഖത്താബ് ഇബ്ൻ ഖലീഫ, അഷെയ്ഖ് അബ്ദുൽ നൂർ അബ്ദുള്ള, അസയ്യിദ് ജഅഫർ ഇബ്ൻ അസയ്യിദ് താഹ അൽ ഹദ്ദാദ്, അഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലി, അഷെയ്ഖ് ഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മഅ്മരി തുടങ്ങിയ വിദേശ പ്രതിനിധികൾ അവരൊക്കെ ഇന്ന് നമ്മളുടെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ആദരവോടുകൂടി ഹാർദവമായി മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി പറഞ്ഞു പോയിട്ടുണ്ട്, വിട്ടുപോയിരുന്നു. ബഹുമാനപ്പെട്ട ബഷീർ അലി തങ്ങളും വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ ആലപ്പുഴയിൽ ധാരാളം പള്ളികളുള്ള ടൗണാണ് ആലപ്പുഴ ടൗണ്. മുസ്ലിം പള്ളികൾ ധാരാളമുള്ളതാണ്. ഇവിടെ വന്ന ഈ ആയിരങ്ങൾ 25,000, 30,000, 40,000 ഒക്കെ ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ഇവർക്കൊക്കെ ജുമായിൽ സംബന്ധിക്കാൻ എന്താ മാർഗം എന്നതിനെപ്പറ്റി ഞങ്ങൾ വളരെ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് ആലോചിച്ചതായിരുന്നു. പക്ഷേ ഇവിടെയുള്ള എല്ലാ പള്ളി കമ്മിറ്റികളും അതിന് നമ്മളുടെ ഈ പ്രതിനിധികളെ ജുമയ്ക്ക് മാത്രമല്ല അവർക്ക് താമസ സൗകര്യം വരെ കൊടുത്തുകൊണ്ട് ഈ പള്ളിയിൽ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ മഹത്തുക്കളായ കമ്മിറ്റിയുടെ ഭാരവാഹികളെയും അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെയും പ്രത്യേകമായി ഞാൻ നന്ദിപൂർവ്വം ഇവിടെ അനുസ്മരിക്കുകയാണ്. അള്ളാഹു അവരുടെയും ഈ സേവനം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്. സമയക്കുറവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ അടക്കം തങ്ങളടക്കം മറ്റുള്ള മന്ത്രിമാരൊക്കെ ഇവിടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പോകേണ്ടവരായതുകൊണ്ട് അവർക്കൊക്കെ സമയം കുറവാണ്. അതിൻ്റെ പേര് ഇവിടെ അത് മലേഷ്യയിൽ നിന്നുള്ളൊരു 10 പ്രതിനിധികളും ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. അവർക്കെല്ലാം ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയ എല്ലാവർക്കും വേദിയിലുള്ള ബഹുമാന്യരായ
വ്യക്തികളൊക്കെ ഓരോരുത്തരെ പേരെടുത്ത് പറയേണ്ട ഉന്നതന്മാരാണ് അവരെല്ലാം. എന്നാൽ പറഞ്ഞ സമയം വൈകിപ്പോകുമെന്ന് പേടിച്ച് അവരെയൊക്കെ പറഞ്ഞതുപോലെ കണക്കാക്കണമെന്നുള്ള ആ ഒരു അപേക്ഷയോടുകൂടി അവരെല്ലാം ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയ ഈ പുരുഷാരം, ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഈ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ച് ചിരിച്ചിരുന്നു. പക്ഷേ കടപ്പുറം നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് പലർക്കും പരിഹാസമായിരുന്നു. ചിലരൊക്കെ എഴുതി ഇവിടെ ആരുമില്ല, ആരും കിട്ടിയിട്ടില്ല, ആരും വന്നിട്ടില്ല, ഇങ്ങനെ കണ്ണ് ചുമ്പി ഇരുട്ടാക്കുന്ന പരിപാടിക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ കണ്ണ് തുറക്ക്, അവർക്ക് കാതുണ്ടെങ്കിൽ ഈ പറയുന്നത് കേൾക്ക്. കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സംഘടന സമസ്ത മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു പുരുഷാരമാണ് ഈ ആലപ്പുഴ കടപ്പുറത്ത് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി സംഗമിച്ച നിങ്ങളെല്ലാവരെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷെയ്ഖുന AP ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.